നമ്മൾ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോജക്ട്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റണം. നമുക്കത് ഒരു വർഷം ഏറ്റവും കുറഞ്ഞ 2 പ്രോജക്ട്സ് ഉണ്ടാവണം. നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പർപ്പസ്ഫുള്ളായിട്ട് നമുക്ക് മെഡിക്കേഷൻ വരുന്നു, അല്ലെങ്കിൽ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റെഗുലർ ആകുന്നു, സംതിങ് ലൈക്ക് ദാറ്റ്. നമുക്ക് ഏതെങ്കിലും ഒരു പർപ്പസ്ഫുൾ ഏരിയ എടുത്തിട്ട് ഒരു പർപ്പസ്ഫുള്ളായിട്ട് നമുക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റണം. ഏറ്റവും കുറഞ്ഞത് ഇത്തരത്തിൽ നമുക്ക് 2 പ്രോജക്റ്റ് ഒരു വർഷം ചെയ്യാനായിട്ട് പറ്റണം. ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ, 2ൽ നിർത്തണ്ട. ഡിഫറെൻ്റ് ഏരിയാസ് ഉണ്ട് നമുക്ക്. അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിന് ഒരു സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ്, അത് ടൈം ബൗണ്ട് ആകാൻ വേണ്ടിയിട്ടാണ്. ഇത്ര സമയത്തിനകത്താണ് ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള മെഷർമെൻറ്റ്സ് ഉണ്ടാവണം, പാരാമീറ്റേഴ്സ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. എൻഡിലുണ്ടാവണം. എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ബിഗിനിങ് ടു ദ എൻഡ് ഓഫ് ദാറ്റ് പ്രോജക്റ്റ് സംഭവിച്ചതെന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയണം. ഇതാണ് നമ്മൾ ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റായിട്ട് PSQ4A, ഒറ്റ കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റേ ഇവിടെ ഉള്ളൂ ഈ സ്റ്റാൻഡേർഡിൽ. ദ ഓർഗനൈസേഷൻ അണ്ടർടേക്സ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്ട്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു വർഷം മിനിമം 2 പ്രോജക്റ്റെങ്കിലും ഇത്തരത്തിലുണ്ടാവണം. നമുക്ക് ഏത് ഏരിയ ആണോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ട ആ ഏരിയാസ്, നമുക്കൊരു പർപ്പസ്, ഡെഫിനിറ്റ് പർപ്പസ് അവിടെ ഉണ്ടാവണം. ബിഗിനിങ്ങും എൻഡും ഉണ്ടാവണം. അതൊരു ടൈം ഫ്രെയിം കൃത്യമായിട്ട് വെച്ചിട്ടാണ് പ്രോജക്റ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ ബിഗിനിങ്ങിൽ എടുക്കണം. എൻഡിൽ എടുക്കുന്ന മെഷർമെൻറ്റ്സുമായിട്ട് എന്താണ് ഈ പ്രോജക്റ്റ് കൊണ്ട് നമുക്കുണ്ടായ അഡ്വാൻറ്റേജ് എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റണം. ഇതൊരു പലപ്പോഴും നമ്മൾ ചടങ്ങുകളുടെ പുറകെ പോകാറുണ്ടല്ലോ, ചടങ്ങെന്ന് പറയും. അവിടെ ഇന്ന് മരണാനന്തര ചടങ്ങ് നടക്കുന്നെന്ന് പറയും. പലതും ഒരു ചടങ്ങായി പോകും. യഥാർത്ഥത്തിൽ എന്ത് റിസൾട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മളത് നോക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ചടങ്ങെന്ന് പറയുക. അങ്ങനെ ആകാതെ നമുക്ക് ബിഗിനിങ്ങിലുണ്ടായിരുന്ന റിസൾട്ടിൽ നിന്ന് ഈ ഒരു പ്രോജക്റ്റിൻ്റെ എൻഡിൽ എന്ത് റിസൾട്ട് ഉണ്ട് എന്ന് നോക്കത്തക്ക വിധത്തിൽ മെഷർമെൻറ്റ്സ് ഓഫ് പാരാമീറ്റേഴ്സ് ആ ഇമ്പ്രൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാനും കൂടെ പറ്റണം. പേഷ്യൻ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് PSQ 4ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് PSQ4A. ദ ഓർഗനൈസേഷൻ അണ്ടർടേക്സ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോജക്ട്സ്.